ഫെബ്രുവരി കഴിയാറായിട്ടും മൂന്നാറിലെ തണുപ്പ് കുറഞ്ഞിട്ടില്ല. മൂന്നാറിന്റെ പ്രഭാതങ്ങൾ ഇപ്പോഴും ശൈത്യത്തിന്റെ പിടിയിലാണ്. ഡിസംബർ അവസാന വാരം മുതൽ മൂന്നാറിലെ അന്തരീക്ഷ താപനില താഴ്ന്നു തുടങ്ങിയിരുന്നു. ചില ദിവസങ്ങളിൽ താപനില 0 താഴെയും എത്തി. മൂന്നാറിലെ ചിലയിടങ്ങളിൽ രാവിലെ മഞ്ഞുവീഴ്ചയും ഉണ്ടായി. സാധാരണ ജനുവരി അവസാന വാരമാകുമ്പോഴേക്കും മൂന്നാറിലെ അതിശൈത്യം കുറയുന്നതാണ് പതിവ്. എന്നാൽ ഇക്കുറി ആ പതിവും തെറ്റിച്ച് ഫെബ്രുവരിയിലും പുലർക്കാലങ്ങളിൽ മൂന്നാർ തണുത്തു വിറയ്ക്കുകയാണ്. Our beautiful climate in Munnar. Very cool in the morning, then soon warms up. Yes, I love Munnar. Second time I've been. A very beautiful place. It's a place you can't miss, really. It really is one of the top places in India. ശൈത്യം വിട്ടുമാറാത്തത് സഞ്ചാരികൾക്കേറെ സന്തോഷം പകരുന്നു. മൂന്നാറിനെ സംബന്ധിച്ച് നമുക്ക് തണുപ്പ് ഡിസംബറിൽ അല്ലെങ്കിൽ നവംബർ പകുതിയോടെ തുടങ്ങും. നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജനുവരി പകുതിയോടെയെങ്കിലും തണുപ്പ് തീരണം. അതിനിടയ്ക്ക് ഒരു 1-2 പ്രാവശ്യം മൈനസിലേക്ക് എത്തും. അതാണ് സാധാരണ പതിവ്. പക്ഷേ ഈ വർഷം ഇപ്പോൾ ഫെബ്രുവരി ആയിട്ട് പോലും തണുപ്പ് കുറയുന്നില്ല. അതായത് കഴിഞ്ഞ 3-ാം തീയതി, അതായത് ഫെബ്രുവരി 3-ാം തീയതിക്ക് ശേഷം ഇന്നേ വരെ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബിലോ 5 ആണ്. ഇന്ന് രാവിലെ കൂടെ 2 ഡിഗ്രിയാണ്. ഇന്നലെ 2 ഡിഗ്രി, മിനിഞ്ഞാന്ന് 4 ഡിഗ്രി. അപ്പോൾ തണുപ്പ് എന്താണെന്ന് അറിയത്തില്ല. വളരെ ഒരു മാറ്റമാണ്. അതിപ്പോൾ ഞാൻ പലരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഈ ഫോറിനേഴ്സ് വരുന്നവരോടൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴും അവർ പറയുന്നൊരു ഭാഗത അവിടെ ഇത് തന്നെയാണെന്ന് പറഞ്ഞു. സമയം കഴിഞ്ഞിട്ടും വീണ്ടും തണുപ്പ് നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. പകൽ സമയങ്ങളിൽ അന്തരീക്ഷ താപനില ഉയരുന്നെങ്കിലും വൈകുന്നേരമാകുന്നതോടെ മൂന്നാറിന് മുകളിൽ കുളിര് പുതയും. ഡിസംബർ ജനുവരി മാസങ്ങളെ അപേക്ഷിച്ച് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പരീക്ഷക്കാലമാകുന്നതോടെ മാർച്ച് മാസത്തിൽ പൊതുവെ മൂന്നാറിൽ സ്വദേശീയരായ സഞ്ചാരികളുടെ തിരക്ക് കുറവാണ്. മധ്യവേനൽ അവധിക്കാലമാകുന്നതോടെ മൂന്നാർ വീണ്ടും സഞ്ചാരികളാൽ നിറയും. നിലവിൽ മൂന്നാറിൽ നിന്നും അതിശൈത്യം പൂർണ്ണമായി വിട്ടുമാറാത്തത് മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണകരമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മൂന്നാറിൽ ആദ്യമായാണ് ഫെബ്രുവരി 2-ാം വാരത്തിൽ താപനില -1 രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.